ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചെറുപയർ കൊണ്ടുള്ളൊരു പായസമാണ്. അതിനാവശ്യമുള്ള സാധനം 2 കപ്പ് ചെറുപയർ, 4-5 ശർക്കര, ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് അണ്ടി മുന്തിരി, 4 ഏലക്കായ, 2 കപ്പ് തേങ്ങാപ്പാൽ. പശുമ്പാല തേങ്ങാപ്പാൽ ആവശ്യമുള്ള എടുക്കുക. 8 മണിക്കൂർ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് നെയ്യിൽ നന്നായി ഗോൾഡൻ നിറമാവുന്നത് വരെ വറുത്ത് കോരുക. കരിയാതെ അങ്ങനെ വറുത്ത് കോരണം. അതിൻ്റെ ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വേവിച്ച് വെച്ച പയർ അതിലിട്ടിട്ട് എടുത്ത് വെച്ച പാലൊഴിച്ചിട്ട് നല്ലവണ്ണം അങ്ങനെ തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കണം. കൈ വെക്കാതെ അങ്ങനെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ച ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല മധുരം ആവശ്യമുള്ളവർ അതിനനുസരിച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 ശർക്കര എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ 4 ഏലക്കായ ഇട്ട് കൊടുക്കുക. പൊടിച്ചിട്ടും പൊടിക്കാതെ ഒക്കെ ഇട്ട് കൊടുക്കുക, നിങ്ങളെ ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും ആ നെയ്യോട് കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നെയ്യ് കുറച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇപ്പം നമ്മളെ പായസം റെഡിയായി. റേഷൻ പൊടിയിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ചെറുപയർ കിട്ടുന്നുണ്ടല്ലോ. അപ്പം പല രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു പായസമാണ് കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മളെ പായസം റെഡിയായി.